तारीख तक कराना पड़ेगा हमें, या तो आप 20 तारीख से पहले आ जाओ। अच्छा 20 तारीख से पहले तो हाँ देखते हैं, अभी मैं आपको बताती हूँ ना। हाँ जी हाँ जी। अच्छे से हो गया ना सारा काम? हाँ बिल्कुल अच्छे से हो गया। ठीक है, तो मैं ऐसे बोल रही थी ना, आप मुझे वीडियो भी भेज दो। ठीक है भेज दूँगा। भैया फिर आने पे होगा सारा काम। हाँ हाँ നമ്മൾ കല്യാണം കഴിച്ച് നമുക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ആ മക്കൾ നമ്മളെ നോക്കുമെന്ന്. പക്ഷേ മക്കൾ നോക്കണം എന്നൊന്നുമില്ല. എന്നാലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പട്ടടയ്ക്ക് തീ കൊളുത്താൻ എൻ്റെ മക്കൾ കാണുമെന്ന്. അല്ലേ? നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ നമ്മുടെ നല്ല ജീവിതത്തിൽ നമ്മൾ നമ്മുടെ എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവരെ പഠിപ്പിച്ച് അവരെ നല്ല ഒരു ജോലി മേടിച്ച്, ചിലപ്പോൾ അന്യനാട്ടിൽ പോകും മക്കൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ കാണും. എങ്ങനെയായാലും അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്നാലും നമ്മൾ വിചാരിക്കും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പട്ടടയ്ക്ക് തീ കൊളുത്താൻ നമ്മുടെ മക്കളുണ്ടാവും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും. ഇപ്പോൾ ഹരിയാനയിൽ ഒരു സംഭവം ഉണ്ടായി. വൃദ്ധസദനത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന അച്ഛൻ മരിച്ചുപോയി. മക്കൾ ബോംബെയിലാണ് താമസിക്കുന്നത്. ബോംബെയിൽ തുണിയുടെ വ്യവസായമായിരുന്നു ഈ അച്ഛന്. മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി. അപ്പോൾ ഈ അച്ഛൻ ഹരിയാനയിലേക്ക് പോയി. അവിടെ ഒരു വൃദ്ധസദനത്തിൽ ഈ മക്കൾ കൊണ്ടു ചെന്നങ്ങ് ആക്കി, പ്രത്യേകിച്ച് മോള്. എന്നിട്ട് ഇവർ ബോംബെയിൽ ആ വൃദ്ധസദനത്തിൽ കിടന്ന് ഈ അച്ഛൻ മരിച്ചു. ഈ മകള് പറഞ്ഞു, മകൾക്ക് ബോംബെയിൽ നിന്നും ഹരിയാനയിലേക്ക് എത്താൻ വളരെ ദൂരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് വരുന്നില്ല. ഞാൻ 5100 രൂപ പൈസ തരാം, നിങ്ങളതങ്ങ് ചെയ്തേക്കാൻ. അതായത് ഈ അച്ഛൻ്റെ ശവസംസ്കാരം ചെയ്തോളൂ, എന്നിട്ട് നിങ്ങൾ എനിക്ക് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ മതി. ഈ മകളെ വിളിച്ചൊരു ഓസ്കാർ അവാർഡ് കൊടുക്കണം അല്ലേ? 5100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം. എന്നിട്ട് ചോദിക്കുന്നു, വീഡിയോ കോളിലൂടെ ചോദിക്കുന്നു, സ്വന്തം അച്ഛനെ അവിടെ കത്തിക്കുവാണ്. അപ്പോൾ ചോദിക്കുന്നു, സർ അച്ഛൻ ഹോ ഗയാ നാ, എല്ലാം നല്ലതുപോലെ നടന്നില്ലേ? അപ്പോൾ അയാൾ പറയുന്നു, നിങ്ങൾ 20-ാം തീയതിക്ക് മുന്നേ വരാൻ നോക്കൂ. മരിക്കുന്നതിന് മുന്നേ ഒരു തുള്ളി വെള്ളം കൊടുക്കുവോ? മരണാന്തര കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ ഇവരെന്തിനാ 20-ാം തീയതി കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ചെല്ലുന്നത്? പൈസ കൊടുക്കുമ്പോഴത്തേനും എല്ലാം ആവുമോ? നല്ല മകൾ അല്ലേ? ഇതാണ് ഇന്നത്തെ ലോകം. നമ്മുടെയൊക്കെ ഗതി എന്താവുമോ എന്തോ.